ശ്രീ ബി റെജി, ഇവിടെ കോൺഗ്രസ് നിർദ്ദേശിച്ച 4 പേരുകൾ, അത് നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, നസീർ ഹുസൈൻ ആൻഡ് അമരീന്ദർ സിംഗ് രാജ. ഇത്രയും പേരാണ്. ഇതിൽ ആനന്ദ് ശർമ്മയെ മാത്രമാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത്. മറ്റുള്ളവരിൽ 2 പേർ ആരോപണ വിധേയരാണ്. ചില അഭ്യൂഹങ്ങളൊക്കെ പരന്നിട്ടുള്ളതാണ് രാഷ്ട്രവിരുദ്ധതയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് അവരെ മാറ്റി നിർത്തിയത്. പക്ഷേ ഇന്നലെ രാത്രി കോൺഗ്രസിൻ്റെ വക്താവ് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞത്, കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകൾ വിദേശകാര്യ സമിതിയിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഭാരതത്തിൻ്റെ വാദത്തിനു വേണ്ടി പോകാനുള്ള കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകൾ മാറ്റിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നായിരുന്നു. ഇപ്പോൾ ഈ ഒരു ന്യായീകരണം മാത്രമേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അവിടെ എന്തുകൊണ്ട് ശശി തരൂരിനെ മാറ്റി നിർത്തി എന്നുള്ളതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും കോൺഗ്രസ് ഉരിയാടുന്നില്ല. അവിടെയാണ് BJP രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ള നിലവാരം കുറഞ്ഞ നാടകീയമായ ഇത്തരത്തിലുള്ള ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എങ്ങനെ കാണാം? നോക്കൂ രോഹിണി, അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ എത്ര സമർത്ഥമായി കോൺഗ്രസ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നു എന്നോർത്ത് എനിക്ക് അതിശയം തോന്നുന്നു. കാരണം നിങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. 140 വർഷത്തെ ചരിത്രമുള്ള പാരമ്പര്യമുള്ള ഇൻ്റർനാഷണൽ കോൺഗ്രസ്സാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാക്കി തന്നത് എന്നൊരിക്കലും മറക്കരുത്. നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മതേതരത്വവും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും നമുക്ക് പ്രദാനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും പാരമ്പര്യമുള്ള 140 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ഈ പാർട്ടിയെ ഇങ്ങനെ ഈ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യസ്നേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ സംശയകരമായ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ എത്ര പരിഹാസ്യമാണ് ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. കാരണം ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയതയും അതിൻ്റെ ഐഡിയോളജിയും അത് ഇന്ത്യയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് സംരക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ഐഡൻറ്റിറ്റി, ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് എക്കാലത്തും പ്രൊട്ടക്റ്റ് ചെയ്യുവാനും സമർത്ഥമായി അതിനോടൊപ്പം ചേർന്നതുകൊണ്ട് ഒരൊറ്റ ഇന്ത്യക്ക് വേണ്ടി വാദിക്കുന്നതാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ്. ഞാൻ പറഞ്ഞു വന്നത് ഇത് മാത്രമാണ്. അപ്പോൾ ഇന്ത്യയുടെ താല്പര്യമാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, നമ്മൾ എന്തിനാണ് വിദേശ രാജ്യത്തേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നത്? ആ കാര്യം വ്യക്തമാക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞത് വാക്കുകളുടെ അതിൽ നിന്നുള്ള മീനിങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വിദേശ രാജ്യത്തേക്ക് നമ്മുടെ ഓൾ പാർട്ടി പ്രതിനിധി സംഘത്തെ അയക്കുന്നത് നമ്മുടെ രാജ്യം, അതായത് ജനാധിപത്യ രാജ്യം, ഭീകരപ്രവർത്തനത്തിനെതിരായ നിലപാടുകളിൽ ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശം വിദേശ രാജ്യങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാണ് നമ്മൾ സർവകക്ഷി സംഘത്തെ അയക്കുന്നത്. അപ്പോൾ സർവകക്ഷി സംഘത്തെയാണ് നമ്മൾ അയക്കുന്നത്, അല്ലാതെ വ്യക്തികളെന്നുള്ള അല്ല അവിടെ പ്രധാനം. പാകിസ്ഥാൻ നോക്കൂ, സൈനിക നേതൃത്വത്തിൻ്റെ കീഴിലുള്ള ഒരു സിവിലിയൻ ഭരണകൂടമാണ്. അപ്പോൾ പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസം ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഭീകരപ്രവർത്തനത്തിന് ഒറ്റക്കെട്ടായി എതിർക്കുന്നു എന്നുള്ള സന്ദേശം ലോകത്തെ 193 രാജ്യങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് BJP സങ്കുചിതമായ രാഷ്ട്രീയം പുലർത്തുന്നത് എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. ഉന്നതമായ ജനാധിപത്യ പാരമ്പര്യം പുലർത്തുന്ന, ഇന്ത്യക്ക് ജനാധിപത്യം സംഭാവന ചെയ്ത പാർട്ടിയാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ്. ആ ഇൻ്റർനാഷണൽ കോൺഗ്രസ് പാർട്ടിയോടാണ് ആലോചിക്കേണ്ടത്, ആരെയാണ് നിങ്ങളുടെ പാർട്ടി ആരെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ആരുടെ പേരാണ് നിർദ്ദേശിക്കുന്നത്. ആ ഒരു മര്യാദ എന്തുകൊണ്ട് BJP കാട്ടിയില്ല? അവിടെ സങ്കുചിതമായ രാഷ്ട്രീയം പുലർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു വ്യക്തികളെ കരുതുന്നു. നോക്കൂ, ഇപ്പോൾ ഈ ശശി തരൂർ MP, അദ്ദേഹം കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കുവാനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ശശി തരൂരെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നുള്ള ഒരു വ്യക്തിയല്ല ഇവിടെ പ്രധാനം. നമ്മുടെ പാർട്ടികൾ, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥതയിൽ, ജനാധിപത്യ സംവിധാനത്തിൽ അതിന് ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്, അതിന് ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട്, അതിന് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ ഉന്നതമായ ജനാധിപത്യ പാരമ്പര്യം BJP കാട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം. നോക്കൂ, ഈ പഹൽഗാം ബൈസരൻ വാലിയിൽ അക്രമമുണ്ടായപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ യോഗം കൂടുകയും അൺകണ്ടീഷണലായിട്ട് സർവ്വവിധ പിന്തുണയും ഈ ഭരണത്തിന് നൽകിയില്ലേ, സൈന്യത്തിന് നൽകിയില്ലേ, സൈന്യം ചെയ്ത നടപടികളെ അങ്ങേയറ്റം അൺകണ്ടീഷണലായിട്ട് പിന്തുണച്ചില്ലേ? അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? അവിടെയാണ് ഇതിൻ്റെ ചോദ്യം. അപ്പോൾ അവിടെ നിങ്ങൾ രാഷ്ട്രീയം കണ്ട, നമ്മുടെ ദേശീയതയിൽ ഊന്നി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ്.